ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് കദളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഏകദേശം 58 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത്. നിയർലി 3000 സ്ക്വയർ ഫീറ്റോളം അടുത്തുണ്ട് ഈ പ്രോപ്പർട്ടി. എൻ്റെ പേര് ബിൻസ്, ചാച്ചൻ അവരാച്ചൻ, അമ്മ റാണി, ഇതെൻ്റെ ഭാര്യ സീന, 2 മക്കൾ ആൻഡ്രിയ ആൻഡ് ഈഡ്. ഞങ്ങൾ ന്യൂസിലൻഡിലാണ് താമസിക്കുന്നത്. നാട്ടിലൊരു വീട് പണിയണമെന്നുള്ള ഒരു ആഗ്രഹത്താൽ ഞങ്ങളുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള മെവിൻ ത്രൂ ആണ് ഞങ്ങൾ ടേൺകി കൺസ്ട്രക്ഷൻകാരെ മീറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയത്. ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ പുള്ളിയോട് സംസാരിച്ചപ്പം പുള്ളിക്ക് ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ഫുള്ളി സ്പെക്കായിട്ടുള്ള ഒരു വീടിൻ്റെ ഒരു ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചു തരികയും അതേ തുടർന്ന് ഞങ്ങൾക്ക് ആ സ്പെക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വർക്ക് തുടങ്ങാമെന്നുള്ള കണ്ടീഷനിലേക്ക് വന്നു. അപ്പം കംപ്ലീറ്റ്ലി എല്ലാം കൊണ്ടും നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വർക്ക്. എക്സ്പെഷ്യലി പറയുവാണെങ്കിൽ ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയലും ഡേവിഡ് ഏട്ടൻ വളരെ ക്വാളിറ്റിയുള്ള നല്ല മികച്ചതായിട്ടുള്ള ഒരു മെറ്റീരിയലും എല്ലാ കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിംഗിൾ ലെവൽ സ്റ്റോറി ഒരു വീട് മതി എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു ഞങ്ങൾക്ക്. ആ ലെവലിൽ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് പ്ലാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ പ്രൊസീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി ആയിരുന്നു സെൻട്രലത്തെ മിഡിൽ ഹാള് കുറച്ചും കൂടി വലിയൊരു ഹാള് വേണം. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം നമ്മുടെ ഹാളാണ്. പിന്നെ ലിവിങ് റൂം, ബെഡ്റൂമൊക്കെ നമ്മൾ ലാസ്റ്റ് കുറച്ച് നേരത്തേക്ക് മാത്രമല്ല, നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോകുന്നത്. അപ്പം അതൊരു പ്രയോറിറ്റി ആയിട്ട് ഞാൻ ഡെവിഡിയോട് നേരത്തെ പറഞ്ഞു. അത് പ്രകാരം അതുപോലത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഡെവിഡിയായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ഇൻറ്റീരിയർ ഡിസൈൻ്റെ ടൈമിൽ ഞങ്ങളുടെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഡെവിഡിയായിട്ടുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വേണ്ട വിധത്തിലുള്ള ടേൺകി കൺസ്ട്രക്ഷൻ്റെ ഇൻറ്റീരിയർ ടീം അത് വളരെ പെർഫെക്റ്റായിട്ട് അത് ഫുൾഫിൽ ചെയ്തു തന്നു. മെയിൻലി ഞാൻ റിക്വയർമെൻറ്റ് ചെയ്തത് ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ മെയിൻ പാർട്ടിഷൻ അതൊരു ഗ്ലാസ് പാർട്ടിഷൻ വേണമെന്ന് ഞാൻ നേരത്തെ റിക്വയർ ചെയ്തായിരുന്നു. അപ്പം അതിനനുസരിച്ച് പുള്ളി അത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും ഇത് റെഡിയാക്കി തന്നു. നന്നായിട്ട് നമുക്ക് ഐഡിയാസ് നമുക്ക് നന്നായിട്ട് അത് വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് തന്നെ പറയാം ഈ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ. പിന്നെ പറയുകയാണെങ്കിൽ ഈ പ്രയർ യൂണിറ്റ് നമുക്ക് മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ ഒരു ഫോക്കസ് കിട്ടാൻ മാതിരിയുള്ള ഒരു പ്രയർ യൂണിറ്റ് ചെയ്തത് അത് ഞങ്ങളുടെ ഒരു ആവശ്യം തന്നെയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്തു തന്നു. അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ വന്ന വി ഹൗസ് വാമിംഗ് വന്ന എല്ലാവരുടെയും ഒരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിലുള്ള ഒരു കാര്യം അതായിരുന്നു. അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. വീടിൻ്റെ പണി തുടങ്ങിയ സമയത്ത് ഡേവിഡ് ചേട്ടനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ ഞങ്ങൾ ഫോണിൽ കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോഴും ഡേവിഡ് ചേട്ടൻ അത് ഫോട്ടോസ് വഴിയും വീഡിയോസ് വഴിയും ഇച്ചനെയും എന്നെയും അപ്ഡേറ്റ് ചെയ്യുകയും ഞങ്ങളുടെ സജഷൻസും ഇനി എന്താണ് ഞങ്ങൾക്ക് അതിൽ കൊടുക്കാനുള്ള ഒപ്പീനിയൻസും എല്ലാം ചോദിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എക്സലൻ്റ് ആയി പോയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ റിക്വയർമെൻറ്റ്സും ഈ വീട് ആദ്യമായിട്ട് വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി. അതായിരുന്നു ഈ കൺസ്ട്രക്ഷൻ്റെ ഒരു മെയിൻ പാർട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ ചാച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചാച്ചനും അമ്മച്ചിയും ഡേവിഡ് ചേട്ടനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നടക്കുകയും ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഒരു ഡ്രീം ഹൗസിലോട്ട് ഞങ്ങൾക്ക് വന്ന് കയറാൻ പറ്റി. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്നു. അതിന് കൂടെ നിന്ന് ടേൺകി കൺസ്ട്രക്ഷൻസ് എല്ലാ സ്റ്റേജിലും ഞങ്ങൾക്ക് നൽകിയ സപ്പോർട്ടും വളരെ വലുതാണ്. അത് ഞങ്ങൾ ഈ ദിവസം ഓർക്കുകയാണ്. നമ്മുടെ കിച്ചൺ, ഓപ്പൺ പ്ലാൻ കിച്ചൺ, അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്ലാനായിരുന്നു. കാരണം നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ന്യൂസിലൻഡിൽ നമ്മുടെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ യൂസ്ഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെയുള്ള ഒരു ഓപ്പൺ പ്ലാൻ കിച്ചൺ നമുക്ക് ഇവിടെയും വേണം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചണിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലിവിങ് റൂമിലും നമ്മുടെ ഡൈനിങ് റൂമിലും എന്ത് നടക്കുന്നു എന്നുള്ളതിൽ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാന്നുള്ളൊരു ഫീലിംഗ് ഒരിക്കലും കിട്ടുന്നില്ല നമ്മൾ ഓപ്പൺ പ്ലാൻ കിച്ചണിലായിരിക്കുമ്പോൾ. അതൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. പിന്നെ അതിന് ചേർന്ന കളർ തീം എല്ലാം തന്നെ സംസാരിച്ചപ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള, അതായത് ഒരു വൈറ്റിഷ് ടച്ച് വരുന്നത് തന്നെ വേണം എന്നുള്ളതും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് ടേൺകി കൺസ്ട്രക്ഷൻ വളരെ മനോഹരമായിട്ട് തന്നു. നമ്മുടെ എല്ലാ ഐഡിയാസ് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ ഇൻപുട്ടും കൂടി ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്റീരിയർ ഡിസൈനിങ് വളരെ ഒരു മനോഹരമായ ഒരു നല്ലൊരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടി. അതാണ് ഇവിടെ വന്ന എല്ലാവരുടെയും എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം അതൊക്കെ തന്നെയായിരുന്നു തോന്നുന്നത്.
അപ്പം ഞങ്ങൾ ന്യൂസിലായിരുന്ന സമയത്ത് ഞങ്ങൾ ടർക്കി കൺസ്ട്രക്ടർ ഡേവിഡിനോട് ഞങ്ങൾ ഏകദേശം എത്ര പീരിയോഡിക് ടൈം നമുക്ക് പിടിക്കും ഈ വർക്ക് കംപ്ലീഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സ്പെസിഫിക് ഡേറ്റ് ഞങ്ങൾ ഡേവിഡിനോട് പറഞ്ഞപ്പോൾ ഡേവിഡിന് അത് ഓക്കെ എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ ആ ഡേറ്റിനനുസരിച്ച് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഹൗസ് വാമിംഗ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. സോ ആ ടൈമിൽ തന്നെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എല്ലാം ഭംഗിയാക്കി ഞങ്ങളുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഡേവിഡിന് സാധിച്ചു. വിച്ച് ഈസ് വെരി ഗുഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ടു ടർക്കി കൺസ്ട്രക്ഷൻ ആൻഡ് ഡേവിഡ്.